നമസ്കാരം ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. ഞാൻ ഇവിടുന്ന് ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടി പോവാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇല്ലിക്കൽ കല്ല് വഴി. നമ്മളൊരു പത്തനംതിട്ട വഴിയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തൊന്നുമില്ല. ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും എന്റെ എക്സ്പീരിയൻസ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ല മഴയാണ്. ഏകദേശം സമയം ഒരു 5 മണി 6 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം വീഡിയോക്കകത്ത് എന്തായാലും എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ചിലവ് ചുരുക്കിയുള്ള ഒരു യാത്രയായതുകൊണ്ടും ബൈക്കിന്റെ മൈലേജ് കണക്കിലെടുത്ത് 360 രൂപയുടെ പെട്രോളാണ് ബൈക്കിൽ അടിച്ചത്. യാത്രയിൽ ഉടനീളം മഴയായതുകൊണ്ടും പലയിടത്തെയും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എന്നാൽ എരുമേലി വഴിയുള്ള ഈ വനത്തിലൂടെയുള്ള യാത്ര ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. കൃത്യം സമയം പറഞ്ഞാൽ 10:30. രാവിലെ ഭക്ഷണത്തിന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈരാറ്റുപേട്ടയുടെ തന്നെ സ്വന്തം ഫുഡ് സ്പോട്ടായ ഹുസൈൻ ഹോട്ടലിൽ നിന്നാണ്. അവിടുത്തെ മട്ടൻ ചാപ്സും പൊറോട്ടയും ഇടിയപ്പവും ബീഫ് ചാപ്സും കൂടെ ബീഫ് ഫ്രൈയും പറയാതെ വയ്യ. മൂന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം അവിടുത്തെ രുചി തന്നെയായിരുന്നു. എന്നാ കിടിലൻ ബീഫ് ചാപ്സ് ആണെന്ന് പറയാവോ, ഒരു രക്ഷയില്ലായിരുന്നു. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഈരാറ്റുപേട്ട തീക്കോയി വഴി നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോയത്. അവിടെ ക്യാമറയ്ക്കും പാർക്കിങ്ങിനും ജീപ്പ് സവാരിക്കും എല്ലാം ടിക്കറ്റ് വേണമായിരുന്നു. ഏകദേശം 200 രൂപയെ താഴെ ആയതേ ഉള്ളൂ ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിനെല്ലാം വേണ്ടി. മുകളിലേക്ക് നടന്നു പോകാൻ പറ്റുന്നവർക്ക് നടന്നു പോകാം, അല്ലാത്തവർക്ക് ജീപ്പ് ചൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ജീപ്പിലാണ് മുകളിലോട്ട് പോയത്. சுத்திலாம் காட்டுதான் இங்க மட்டும் கொண்டு வந்து மாறு ரூம்ல 3 நாளைக்கு மாறு. ഞങ്ങൾ വന്ന സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മഴക്കാലമാണ്. ഇല്ലിക്കൽ കല്ലിലേക്കൊക്കെ യാത്ര പോകാൻ പറ്റിയ സമയം. ബൈക്കിൽ യാത്ര പോകുന്നവർ കൂടുതൽ സൂക്ഷിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ഫ്രം മിഥുൻ.